അമ്മേ വരുൺ, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മ ഇപ്പൊ എവിടെ ആയിരിക്കും? എടോ, താനും സമാനപ്പെട്. ഞാനേ ACP സാറിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ വരുൺ. മൈ ഗോഡ്, വരുൺ, സെക്യൂരിറ്റി എന്ന പോലീസുകാർ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ആ, അവരിവിടെ തന്നെ ഉണ്ട് സർ. അവര് ശ്യാമയുടെ പുറത്തു വന്ന് കണ്ടിട്ടേ ഇല്ല. വരുൺ, ആ പോലീസുകാരുടെ കയ്യിൽ ഫോൺ കൊടുക്കൂ. എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. സർ, മേഡത്തിന് ഒരുപാട് ഭീഷണി ഉണ്ടായിരുന്നതാ. സത്യത്തിൽ ഞങ്ങൾക്ക് പേടിയുണ്ട്. നമുക്ക് നോക്കാം വരുൺ. ഫോൺ അവർക്കൊന്ന് കൊടുക്കുക. വരണമ്മ എത്രയോ സന്തോഷത്തോടെ കാത്തിരുന്ന ദിവസം ഇന്ന് തന്നെ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. രാധിക, നമ്മളെ ആരും ചതിച്ചിട്ടുണ്ട്. അതാരായാലും നമ്മൾ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. കരയല്ലേ? സൂര്യ എവിടെ? കണ്ടില്ലല്ലോ അവനെ. സൂര്യ റെഡി ആയിക്കൊണ്ടിരിക്കുക. രജിസ്ട്രേഷൻ അവനും കൂടി ചെല്ലണമെന്ന് രാത്രി രാധിക വിളിച്ചു പറഞ്ഞു. ഏട്ടത്തി, ചായ വെച്ചില്ലായിരുന്നോ? നിങ്ങളാരും എഴുന്നേക്കാത്തോണ്ട് ഞാൻ അധികം വെച്ചില്ല. ആ, ഇന്ന് രാധികയുടെ സ്വത്തിന്റെ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല തിരക്കാണല്ലേ? ആ, അങ്ങനെയും കൂട്ടിക്കോ. ഒരു നല്ല കാര്യം നടക്കുമ്പോ അതിനൊരു മുന്നൊരുക്കം ഉണ്ടാവുമല്ലോ. സൂര്യ എവിടെ പോവോ? ഞാൻ രജിസ്ട്രാർ ഓഫീസിലേക്ക്. ഞാൻ കൂടി അവിടെ വേണമെന്ന് വരുണും രാധികയും പറഞ്ഞിരുന്നു. ആ, കൂടെ ചെന്ന് നിക്ക്. അല്ലെങ്കിൽ അനുജത്തെ തീരുമാനം എന്തെങ്കിലും മാറ്റിയാലോ? അക്കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല കൽപ്പനെ. കാരണം എന്റെ അനുജത്തിക്ക് നിന്റെ സ്വഭാവമല്ല.